ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് ജില്ലാതല മത്സരങ്ങൾ പൂർത്തിയായി. മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് രണ്ടാം ഘട്ട വികസനം സർക്കാർ അട്ടിമറിച്ചെന്നാരോപിച്ച് ആക്ഷൻ കമ്മിറ്റിയുടെ പ്രതിഷേധം. പൂക്കോയ തങ്ങൾ ഹോസ്പിസ് സംസ്ഥാന വളണ്ടിയർ സംഗമം ജനുവരി 31 കോഴിക്കോട്. AAWK ലൈഫ് ലൈൻ പദ്ധതിയിൽ നിന്നും മരണാനന്തര സഹായ നിധി വിതരണം ചെയ്തു. കേരള ഡിസബിലിറ്റി ഫെസ്റ്റിവലിന് കോഴിക്കോട്ട് പ്രൗഢമായ തുടക്കം. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് ജില്ലാതല മത്സരങ്ങൾ പൂർത്തിയായി. മീഞ്ചന്ത ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടന്ന മത്സരത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ ഫെബ്രുവരി 18 സംസ്ഥാന തലത്തിൽ മത്സരിക്കും. വിജയികൾക്ക് കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഭൂഗർഭ ശ്മശാനത്തിന്റെ പേരെന്ത്? വട്ടിപ്പലിശക്കാരിൽ നിന്നും സാധാരണ ജനങ്ങളെ സംരക്ഷിക്കുന്നതിനായി സഹകരണ ബാങ്കുമായി ചേർന്ന് കുടുംബശ്രീ ആവിഷ്കരിച്ച പദ്ധതി ഏത്? ഇത്തരം ചോദ്യങ്ങൾ ചോദിച്ചു തീരും മുൻപേ ഉത്തരങ്ങൾ പറയാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു വിദ്യാർത്ഥികൾ. മീഞ്ചന്ത ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ നടന്ന ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസിന്റെ ജില്ലാതല മത്സരവേദിയാണ് വിദ്യാർത്ഥികൾ അറിവിന്റെ ആഘോഷമാക്കി മാറ്റിയത്. കേരള ഭാഗ്യക്കുറി വകുപ്പിന്റെ ഭാഗ്യമുദ്രയായ പച്ചക്കുതിര മുതൽ ആഗോളതലത്തിൽ തരംഗം തീർത്ത ലുബുബു പാവകൾ, ജോളോ ചിപ്സ് എന്നിങ്ങനെ ഉത്തരങ്ങളുമായി വരുന്ന പുതിയ തലമുറ ചോദ്യങ്ങൾ മത്സരവേദിയെ കൂടുതൽ ലൈവാക്കി. സമകാലിക സംഭവങ്ങൾ, പൊതുവിജ്ഞാനം, ശാസ്ത്രം, ചരിത്രം തുടങ്ങിയവ കൂട്ടിയിണക്കിയുള്ള ചോദ്യങ്ങൾ കുട്ടികളുടെ അറിവും ചിന്താശേഷിയും ഒരുപോലെ പരീക്ഷിക്കുന്നതായി. ഡോക്ടർ KM വിഷ്ണു നമ്പൂതിരി, അമിത് മധുപാൽ എന്നിവരാണ് ക്വിസ് നയിച്ചത്. സ്കൂൾ വിഭാഗത്തിൽ നിന്നും 28 ടീമുകളും കോളേജ് തലത്തിൽ നിന്നും 68 ടീമുകളുമാണ് പ്രാഥമിക മത്സരത്തിൽ പങ്കെടുത്തത്. ഇതിൽ നിന്നും യോഗ്യത നേടിയ 6 ടീമുകൾ വീതമാണ് ഫൈനൽ റൗണ്ടിൽ മാറ്റുരച്ചത്. സ്കൂൾ കോളേജ് വിഭാഗങ്ങളിലെ ആദ്യ 3 സ്ഥാനം നേടിയ ടീമുകൾ സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടി. വിജയികൾക്ക് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് സമ്മാനങ്ങൾ കൈമാറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് രണ്ടാം ഘട്ട വികസനം സർക്കാർ അട്ടിമറിച്ചെന്നാരോപിച്ച് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി. മലാപ്പറമ്പ് മുതൽ വെള്ളിമാടുകുന്ന് വരെയുള്ള 3.3 കിലോമീറ്റർ ദൂരം ഒഴിവാക്കിയതിൽ വിശദീകരണം നൽകണമെന്നാണ് പ്രതിഷേധക്കാർ ആവശ്യപ്പെടുന്നത്. MK രാഘവൻ MP പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് വരെയുള്ള 8.4 കിലോമീറ്ററിൽ മലാപ്പറമ്പ് മുതൽ വെള്ളിമാടുകുന്ന് വരെയുള്ള 3.3 കിലോമീറ്റർ റോഡ് പ്രവൃത്തി ഒഴിവാക്കിയതിൽ പ്രതിഷേധവുമായി ആക്ഷൻ കമ്മിറ്റി. മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് രണ്ടാം ഘട്ട വികസനം സർക്കാർ അട്ടിമറിച്ചെന്നാരോപിച്ച് സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. റോഡ് വികസനത്തിന് ഡോക്ടർ MGS നാരായണൻ തുടങ്ങിവെച്ച സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് MK രാഘവൻ MP പ്രഖ്യാപിച്ചു. സംസ്ഥാന ഗവൺമെന്റും പൊതുമരാമത്ത് വകുപ്പും മന്ത്രിയുമെല്ലാം ഈ കാര്യത്തിൽ കനിയണം എന്ന് കൂടി പറഞ്ഞുകൊണ്ട്, അത് കനിയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഇനിയിപ്പോ 1 മാസം കഴിഞ്ഞ നോട്ടിഫിക്കേഷനായി ഞാൻ പറഞ്ഞു, ഇനി തുടർച്ചയായുള്ള സമരത്തിന് വേണ്ടി ഏതറ്റം തന്നെയും സമരം ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് കൂടി പറഞ്ഞുകൊണ്ട് സിനിമാ സംവിധായകൻ VM വിനു മുഖ്യപ്രഭാഷണം നടത്തി. ഈ രണ്ടായി പകുതി മുറിക്കുന്നതിന്റെ കാര്യത്തിന്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവരല്ലെങ്കിൽ അങ്ങനെയാണ് എല്ലാം വിഭജിക്കുന്നൊരു രീതിയിൽപ്പെട്ടിരിക്കുന്ന ആളാണ്. അത് മതത്തിന്റെ പേരിലായാലും ജാതിയുടെ പേരിലായാലും ഒരു വിഭജനം വരേണ്ട ആവശ്യമില്ല. അപ്പോൾ റോഡിന്റെ കാര്യത്തിലേക്ക് എത്തിപ്പെട്ട് നിൽക്കുകയാണ്.
വർക്കിംഗ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാത്യു കട്ടിക്കാന അധ്യക്ഷനായിരുന്നു. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് P. രഘുനാഥ്, KPCC ജനറൽ സെക്രട്ടറി K. ജയന്ത്, ഗ്രോ വാസു, ഡോക്ടർ ആർസു, KF ജോർജ്, ആക്ഷൻ കമ്മിറ്റി ജനറൽ സെക്രട്ടറി MP വാസുദേവൻ, കൗൺസിലർമാരായ സരിത പറയേരി, സ്വപ്ന മനോജ്, മുൻ കൗൺസിലർ E. പ്രശാന്ത് കുമാർ, അഡ്വക്കേറ്റ് A. വിശ്വനാഥൻ, രമേശ് കോട്ടയിൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പൂക്കോഴി തങ്ങൾ ഹോസ്പിസ് സംസ്ഥാന വളണ്ടിയർ സംഗമം ജനുവരി 31-ന് കോഴിക്കോട് സരോവരം ട്രേഡ് സെന്ററിൽ നടക്കും. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. 5000-ഓളം വളണ്ടിയർമാർ പങ്കെടുക്കും. 2021 ഒക്ടോബർ 2-ന് സംസ്ഥാന മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി യോഗത്തിൽ ഈ പാലിയേറ്റീവ് പ്രവർത്തനത്തിന്റെ അനിവാര്യത ബോധ്യപ്പെടുത്തി സംസ്ഥാന മുസ്ലിം ലീഗ് കമ്മിറ്റി തന്നെ അതിന് ഒരു കമ്മിറ്റി രൂപം നൽകുകയും അതിന്റെ ആഭിമുഖ്യത്തിൽ കേരളത്തിൽ ഇന്ന് 101ഓളം സെന്ററുകളും യൂണിറ്റുകളും 5000-ഓളം വളണ്ടിയർമാരും ഇതിന് പരിശീലനം ലഭിച്ചതായിട്ടുണ്ട്. ലോകാരോഗ്യ സംഘടനയുടെ എല്ലാ ഗൈഡ് ലൈനും അതാണ് ഈ നമ്മൾ സ്വാഭാവികമായിട്ടും അതിന് പരിഗണിച്ചത്. ലോകാരോഗ്യ സംഘടനയുടെ ഗൈഡ് ലൈൻ അനുസരിച്ചാണ് ഈ പരിശീലനം മുഴുവൻ ലഭിച്ചത്. മുസ്ലിം ലീഗ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 2020 ഓഗസ്റ്റ് 15-ന് പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളാണ് PTH-ന് തുടക്കം കുറിച്ചത്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ ജില്ലകളിലായി 51 ഹോം കെയർ യൂണിറ്റുകളും 5000-ലേറെ വളണ്ടിയർമാരുമായി PTH 5 വർഷം പൂർത്തിയാക്കുന്ന ഘട്ടത്തിലാണ് വളണ്ടിയർ സംഗമം സംഘടിപ്പിക്കുന്നത്. ജനുവരി 31-ന് നടക്കുന്ന വളണ്ടിയർ സംഗമത്തിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കും. സംഗമത്തിൽ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി മുഖ്യപ്രഭാഷണം നടത്തും. പാലിയേറ്റീവ് കെയർ മേഖലയിലെ അന്താരാഷ്ട്ര വ്യക്തിത്വം ജില്ലി ബേൺ മുഖ്യാതിഥിയായി പങ്കെടുക്കും. വിവിധ വിഷയങ്ങളിൽ ക്ലാസുകളും പാനൽ ഡിസ്കഷനുകളും പരിപാടിയുടെ ഭാഗമായി നടക്കും. വാർത്താ സമ്മേളനത്തിൽ VM ഉമ്മർ മാസ്റ്റർ, MA റസാഖ് മാസ്റ്റർ, ഡോക്ടർ MA അമീർ അലി, അഡ്വക്കേറ്റ് ആഷിഖ് ചെലവൂർ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ചായ ചായ വിളി തുടങ്ങി. ഉഷേ ചായ. ഉഷ ഇവിടെ ഇല്ല. എന്നാ നിനക്കൊരു ചായ. അച്ഛനൊരു ചായ ഉണ്ടാക്കിയപ്പോ എന്താ? റിട്ടയേർഡ് CI ചായ ഉണ്ടാക്കാൻ. അതിനൊരു വഴിയുണ്ട്, വാ. മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ. ഇനി നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ ഏതൊരു പോലീസുകാരനും പറ്റും. പാലിന്റെ ഗുണമേന്മയോടെ മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ റിച്ച് ടേസ്റ്റി ചായക്ക്. അമ്മയുടെ ചായയൊക്കെ കൊള്ളാം അല്ലേ? ഉവ്വേ, ടേസ്റ്റി ചായ ഈസിയായി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. AAWK ലൈഫ് ലൈൻ പദ്ധതിയിൽ നിന്നും മരണാനന്തര സഹായ നിധി വിതരണം ചെയ്തു. മീഞ്ചന്ത യൂണിറ്റിൽ ഉൾപ്പെട്ട നിഷാന്റെ ബന്ധുക്കൾ 10 ലക്ഷം രൂപയുടെ ചെക്ക് ഏറ്റുവാങ്ങി. AAWK കോഴിക്കോട് മീഞ്ചന്ത യൂണിറ്റിൽ മരണമടഞ്ഞ സംഘടനാ മെമ്പർ നിഷാന് ലൈഫ് ലൈൻ പദ്ധതിയിൽ നിന്നും 10 ലക്ഷം രൂപ ധനസഹായം നൽകി. അദ്ദേഹത്തിന്റെ അവകാശികളായ ഭാര്യയും മക്കളും ചേർന്ന് സ്വീകരിച്ചു.
അരക്കിണർ 53-ാം വാർഡ് കൗൺസിലർ വീരാൻ കോയ, ജില്ലാ പ്രസിഡന്റ് റിജു പി, ജില്ലാ സെക്രട്ടറി രാജേഷ് കരുമല എന്നിവർ ചേർന്നാണ് കുടുംബത്തിന് ചെക്ക് കൈമാറിയത്. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ബാലൻ TP യോഗം ഉദ്ഘാടനം ചെയ്തു. ആ കുടുംബത്തിന് തുടർന്നങ്ങോട്ട് ജീവിക്കാൻ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയുക എന്നുള്ളത് ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ താല്പര്യമുളവാക്കുന്നതും ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏറ്റവും മികച്ചതുമാണ്. ആ ഒരർത്ഥത്തിൽ നമ്മളിതൊരു താല്പര്യപൂർവ്വം കാണേണ്ട ഒരു പ്രവൃത്തി കൂടിയാണ്. നമ്മുടെ സംഘടന എന്ന് പറയുന്നത് ഒരു കാലത്ത് രാവും പകലും കഷ്ടപ്പെട്ട് വരുന്ന വാഹനങ്ങൾ പണിയെടുത്ത് അന്നന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഉപജീവനമാർഗം നടത്തി രാവും പകലും ജീവിച്ചു പോകുന്ന ഒരു വിഭാഗമാണ്. യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ആനന്ദൻ അധ്യക്ഷനായിരുന്നു. ജില്ലാ ഭാരവാഹികളായ സുബ്രഹ്മണ്യൻ, ഗോപി, TN കൃഷ്ണൻ, പ്രമോദ്, സർജാസ്, വേണു, യൂണിറ്റ് ജോയിന്റ് സെക്രട്ടറി ആകാശ് തുടങ്ങിയവരും മറ്റ് യൂണിറ്റ് ഭാരവാഹികളും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വൈവിധ്യങ്ങളുടെയും ഉൾച്ചേർക്കലിന്റെയും സന്ദേശമുയർത്തി കേരള ഡിസബിലിറ്റി ഫെസ്റ്റിവലിന് കോഴിക്കോട്ട് തുടക്കമായി. 21 തരം ഡിസബിലിറ്റി പ്രതിനിധികൾ ബലൂണുകൾ പറത്തി. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, ഡെപ്യൂട്ടി മേയർ ഡോക്ടർ S ജയശ്രീ, മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ശാരീരിക മാനസിക വെല്ലുവിളി നേരിടുന്നവർക്ക് സാഹിത്യോത്സവ മാതൃകയിൽ രാജ്യത്ത് ആദ്യമായി ഒരുക്കിയ ഉത്സവമായ കേരള ഡിസബിലിറ്റി ഫെസ്റ്റിവലിന് കോഴിക്കോട്ട് തുടക്കമായി. ഉൾച്ചേർക്കപ്പെട്ട ഒരു സമൂഹത്തിലേക്ക് എന്ന പ്രമേയത്തിൽ നടത്തുന്ന ഫെസ്റ്റിവൽ 21 തരത്തിലുള്ള ഭിന്നശേഷി വിഭാഗങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന 21 കുട്ടികളാണ് ഉദ്ഘാടനം ചെയ്തത്. ഇക്ര തണൽ ഏർലി ഇന്റർവെൻഷൻ സെന്ററിലെ കാഴ്ച പരിമിത വിദ്യാർത്ഥി ഇമാനുവൽ സുനിൽ ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ എന്ന ഗാനം ആലപിച്ചതോടെ ഉദ്ഘാടന പരിപാടികൾ ആരംഭിച്ചു. കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ ഡോക്ടർ S ജയശ്രീ, ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്, മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് എന്നിവർ ചേർന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഫെസ്റ്റിവൽ ഡയറക്ടർ റോഷൻ ബിജ്ലി, ഇവന്റ് കോർഡിനേറ്റർ AK അബ്ദുൽ ഹക്കീം, ജനറൽ കൺവീനർ ഡോക്ടർ V ഇദ്രീസ്, കൗൺസിലർ സഫറി വെള്ളയിൽ, ഇക്ര ആശുപത്രി എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ PV അൻവർ, പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് EP മുഹമ്മദ്, CP ഷിഹാബ്, ഉമർ ഫാറൂഖ് ലക്ഷദ്വീപ്, നുസ്രത്ത് വഴിക്കടവ്, സമീർ, സഫീറ മനസ്സിൽ തുടങ്ങിയവരും സംസാരിച്ചു. എബിലിറ്റി ഫൗണ്ടേഷനിലെ ഭിന്നശേഷി കലാകാരികളുടെ നേതൃത്വത്തിൽ വീൽചെയർ, രാജസ്ഥാനി നൃത്തം, സൂഫി നൃത്തം, കർണാടക സംഗീതം തുടങ്ങിയവയും അരങ്ങേറി. സന്നദ്ധ സംഘടനയായ തണലും 30 ഭിന്നശേഷി സംഘടനകളും ജില്ലാ ഭരണകൂടവും കോഴിക്കോട് സാംസ്കാരിക പൗരാവലിയുമാണ് ഫെസ്റ്റിവൽ നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ശ്രീ വളയനാട് ദേവി ക്ഷേത്ര മഹോത്സവം ക്ഷേത്രവിധി പ്രകാരമുള്ള വിവിധ താന്ത്രിക പൂജാ കർമ്മങ്ങളിലൂടെ പുരോഗമിക്കുന്നു. ഉത്സവ ദിനങ്ങളെ ആകർഷകമാക്കുന്നത് മിഴിപൂട്ടാത്ത വേദികളും ആസ്വാദകരുമാണ്. കണ്ണഞ്ചിപ്പിക്കുന്ന കലാവിരുന്നുകളാണ് അരങ്ങുകളിൽ എത്തുന്നത്. വളയനാട് ദേവിക്കുള്ള സമർപ്പണമായാണ് ക്ഷേത്രവേദിയിൽ ചിലങ്കയണിയുന്ന ഓരോ കലാകാരന്മാരും നടത്തുന്നത്. ഉത്സവ ദിവസങ്ങളിൽ ദേവീ സന്നിധിയിൽ ചുവടുവെക്കുന്നത് പുണ്യമായും കലാജീവിതത്തിൽ ഐശ്വര്യവും അനുഗ്രഹവും നേടിത്തരുമെന്നും കരുതുന്നു. ശാസ്ത്രീയ നൃത്തങ്ങളും തായമ്പക, സംഗീതാർച്ചന, ഓട്ടൻതുള്ളൽ, ഗ്രൂപ്പ് ഡാൻസ്, സെമി ക്ലാസിക്കൽ നൃത്തം, ഭക്തിഗാനമേള, ദേവീ മഹാത്മ്യം, നാരായണീയം പാരായണം, ഭജന, നൃത്തശില്പം, ലാസ്യകേളി, ഫ്യൂഷൻ ഡാൻസുകൾ എന്നീ നിരവധി കലാ അവതരണങ്ങളാണ് വേദികളെ ധന്യമാക്കുന്നത്. പ്രദേശവാസികളായ കലാകാരന്മാർക്ക് പുറമെ കേരളത്തിനകത്തും പുറത്തുമുള്ള പ്രശസ്തരായ കലാകാരന്മാരും വളയനാട് ദേവീ സന്നിധിയിൽ കലാ അവതരണങ്ങൾക്കായി എത്താറുണ്ട്. 1500ഓളം പേര് പങ്കെടുക്കുന്ന കലാപരിപാടികളാണ് ഈ 10 ദിവസത്തിനുള്ളിൽ നടക്കുന്നത്. കലാപരിപാടിയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ഉത്സവാർഷ കമ്മിറ്റിയുടെ സ്നേഹോപഹാരം മൊമെന്റോ കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ വലിയ പ്രമുഖ
കലാകാരന്മാരാണ് വൈകുന്നേരത്തെ രാത്രിത്തെയും മെയിൻ സ്റ്റേജിൽ പരിപാടി അവതരിപ്പിക്കുന്നത്. കോഴിക്കോടിന്റെ സംസ്കാരത്തോടും ഐതിഹ്യത്തോടും ഏറെ ചേർന്നു നിൽക്കുന്ന ശ്രീ വളയനാട് ദേവി ക്ഷേത്രം ക്ഷേത്ര ചടങ്ങുകൾ കൊണ്ടും ഉത്സവ രീതികൾ കൊണ്ടും വ്യത്യസ്തമാണ്. എല്ലാ സജ്ജീകരണങ്ങളും ഭക്തജനങ്ങൾക്ക് ദർശനത്തിനും മറ്റും ക്ഷേത്രത്തിൽ നടക്കുന്ന ക്ഷേത്ര ആചാരങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് എല്ലാ പ്രവർത്തനങ്ങൾക്കും നടത്തുന്നതിനും വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ദേവസ്വവും ഉത്സവാഘോഷ കമ്മിറ്റിയും സംയുക്തമാക്കിക്കൊണ്ട് എല്ലാ ഒരുക്കങ്ങളും നടത്തിയിട്ടുണ്ട്. കോഴിക്കോട്ടെ സാമൂതിരി രാജാക്കന്മാരുടെ ഉപാസനാമൂർത്തിയായ ശ്രീ വളയനാട് ഭഗവതി പിൻതലമുറകൾക്കും ഐശ്വര്യവും രക്ഷയും ചൊരിഞ്ഞ് നിലകൊള്ളുന്നു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരു ഇടവേള കൂടി. ചായ. ചായ വിളി തുടങ്ങി. ഉഷേ ചായ. ഉഷ ഇവിടെ ഇല്ല. എന്നാ നിനക്കൊരു ചായ. അച്ഛനൊരു ചായ ഉണ്ടാക്കിയപ്പോ എന്താ? റിട്ടയർഡ് CI ചായ ഉണ്ടാക്കാൻ. അതിനൊരു വഴിയുണ്ട്, വാ. മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ. ഇനി നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ ഏതൊരു പോലീസുകാരനും പറ്റും. പാലിന്റെ ഗുണമേന്മയോടെ മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ റിച്ച് ടേസ്റ്റി ചായക്ക്. അമ്മയുടെ ചായയൊക്കെ കൊള്ളാം അല്ലേ? ഉവ്വേ, ടേസ്റ്റി ചായ ഈസിയായി. Bobby Chamanur International Jewelers presents Christmas and New Year offer. Shop now and enjoy incredible offers. Win 5 Bajaj Chetak EV scooters through a lucky draw and get a chance to drive home the bumper prize. Suzuki Grand Vitara. Get up to 50% discount on making charges for diamond, uncut, Navaratna and platinum ornaments. Purchase diamond, uncut or platinum ornaments worth above rupees 2 lakh and get a gold coin free. Making charges for HUID 916 gold ornaments start from just 2.9%. Bobby Chamanur International Jewelers, traditionally trusted for 162 years. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ആരോഗ്യമുള്ള സമൂഹ സൃഷ്ടിക്കായി മാനസികാരോഗ്യ മേഖലയിൽ വിവിധ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആഗ്നസ് ഗ്രൂപ്പിന്റെ 15ാം വാർഷിക പരിപാടികൾ ഫെബ്രുവരി 2 നടക്കും. വെള്ളിമാടുകുന്ന് JPI അക്കാദമിയിൽ നടക്കുന്ന പരിപാടിയിൽ മാനസിക വൈകാരിക ശാക്തീകരണം സംബന്ധിച്ച ചർച്ചകളും പരിശീലനങ്ങളും സംഘടിപ്പിക്കും. സ്ട്രെസ് ടു സ്റ്റെബിലിറ്റി എന്ന പേരിൽ ഒരു ട്രെയിനിങ് പ്രോഗ്രാം, അത് ഫ്രീ പ്രോഗ്രാമാണ്. 100 പേർക്കാണ് ആ പ്രോഗ്രാമിൽ പങ്കെടുക്കാനുള്ള അവസരമുള്ളത്. 3 ട്രെയിനേഴ്സ്, ഞാൻ ഉൾപ്പെടെ 3 ട്രെയിനേഴ്സാണ് ആ പ്രോഗ്രാമിൽ സെഷൻ എടുക്കുന്നത്. ഞാൻ എൻ്റെ പേഴ്സണൽ ഡീറ്റെയിൽ പറഞ്ഞാൽ കഴിഞ്ഞ 16 വർഷമായിട്ട് വ്യക്തിത്വ വികസന മേഖലയിൽ പ്രവർത്തിക്കുന്നു. NLP, അതുപോലെ തന്നെ സൈക്കോളജി പ്രോഗ്രാമുകൾ, അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ടൂളുകൾ ഉപയോഗിച്ച് ആളുകളുടെ പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടി സഹായിക്കുന്ന, സോഫ്റ്റ് സ്കിൽ ഡെവലപ്മെന്റിന് സഹായിക്കുന്ന പ്രോഗ്രാംസുകളും അതിനുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന NLP പോലെയുള്ള 3 ഡേ ക്യാമ്പുകളിൽ ഒരു തരത്തിലും ആളുകളുടെ പ്രോബ്ലംസ് റിവീൽ ചെയ്യാതെ അല്ലെങ്കിൽ അത് ഉപയോഗിച്ച് കസ്റ്റമേഴ്സിനെ പരസ്യങ്ങൾ കൊടുക്കാതെ കോൺഫിഡൻഷ്യൽ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ് ഈ പ്രോഗ്രാമുകളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വൈകിട്ട് 3 മുതൽ 7 മണി വരെ നടക്കുന്ന ആഗ്നസ് ഗ്രൂപ്പിന്റെ വാർഷിക പരിപാടിയുടെ മുഖ്യ തീം സ്ട്രെസ് ടു സ്റ്റെബിലിറ്റി, സ്കിൽ ഫോർ മൈൻഡ്, വർക്ക് ആൻഡ് റിലേഷൻഷിപ്പ് എന്നതാണ്. വാർഷികാഘോഷ പരിപാടിയുടെ ഭാഗമായി സ്ട്രെസ് ടു സ്റ്റെബിലിറ്റി എന്ന വിഷയത്തിൽ പ്രത്യേക സൗജന്യ പരിശീലന സെഷനുകളും ഇന്ററാക്റ്റീവ് ടോക്ക് സെഷനുകളും സംഘടിപ്പിക്കും. കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ഫാദർ ജോജി ജോസഫ്, കോർപ്പറേറ്റ് ട്രെയിനറും ബിസിനസ് കോച്ചുമായ പ്രമോദ് ബാലകൃഷ്ണൻ, ആഗ്നസ് ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ ആന്റണി ജോയ് എന്നിവർ സെഷനുകൾ നയിക്കും. പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ആഗ്നസ് ഗ്രൂപ്പിന്റെ ഓഫീസുമായി ബന്ധപ്പെടാം. 9446520055 എന്ന നമ്പറിലും വിളിക്കാം. വാർത്താ സമ്മേളനത്തിൽ ആന്റണി ജോയ്, അനില ജോണി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തൊഴിൽ സ്ഥാപനം അടച്ചുപൂട്ടിയെങ്കിലും ഒപ്പം തൊഴിൽ ചെയ്യുന്നവർ പതിവ് പോലെ ഒത്തുകൂടി.
സിൽവർ ജൂബിലി നിറവിൽ കോഴിക്കോട് മാവൂർ ഗ്വാളിയോർ റയോൺസ് ഫൈബർ സ്റ്റാഫ് കൂട്ടായ്മയാണ് സംഗമം സംഘടിപ്പിച്ചത്. പ്രായവും ആരോഗ്യവും അവരെ തളർത്തിയില്ല. ഒപ്പം ജോലി ചെയ്തവരെ കാണാനും വിശേഷങ്ങൾ പങ്കുവെക്കാനും പതിവ് പോലെ ഒത്തുചേർന്നു. ഇത്തവണ കൂട്ടായ്മ രൂപീകരിച്ചതിന്റെ സിൽവർ ജൂബിലി ആഘോഷം കൂടിയായിരുന്നു. മാവൂർ ഗ്രാസിം ഫൈബർ സ്റ്റാഫ് സംഗമത്തിൽ 85 പേരും ഒത്തുകൂടി. YMCA മറീന റെസിഡൻസിയിൽ നടന്ന ചടങ്ങ് പ്രശസ്ത സൈക്കോളജിസ്റ്റും മെന്റലിസ്റ്റുമായ ഡോക്ടർ MA അലി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടത്തിയ മോട്ടിവേഷൻ ക്ലാസും മെന്റലിസം പ്രകടനവും വിജ്ഞാനപ്രദമായി. ആ ഉറക്കം ശരീരം റിപ്പയർ ചെയ്യപ്പെടണമെങ്കിൽ, ബ്രെയിൻ റിപ്പയർ ചെയ്യപ്പെടണമെങ്കിൽ ഉള്ള കണ്ടീഷൻ ശരീരത്തിന് വേറെ ജോലിയൊന്നും പാടില്ല. നമ്മൾ 7 മണിക്ക് അല്ലെങ്കിൽ 10 മണിക്ക് കുഴിമന്തിയും ബിരിയാണിയും ഒക്കെ കഴിച്ചാൽ ശരീരത്തിന്റെ ജോലി അത് ദഹിപ്പിക്കില്ല. കെ രഘുനാഥ് അധ്യക്ഷനായി. ചടങ്ങിൽ മാവൂർ ഗ്വാളിയർ റയോൺസ് സ്റ്റാഫ് അസോസിയേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ B പത്മനാഭനെ ആദരിച്ചു. കെ ഗോപാലകൃഷ്ണൻ നായർ, E ബാലകൃഷ്ണൻ നായർ, എഞ്ചിനീയർ P ആലിക്കോയ തുടങ്ങിയവർ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോട്ടൂർ പരവശ്ശേരിയിലെ ഗ്രാമോദയ വായനശാല ജനപ്രതിനിധികൾക്ക് സ്വീകരണമൊരുക്കി. ഉദ്ഘാടനം റിട്ടയർഡ് ജില്ലാ പഞ്ചായത്ത് ഡയറക്ടർ അഡ്വക്കേറ്റ് സുരേന്ദ്രൻ നിർവഹിച്ചു. ജില്ലാ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾക്കാണ് സ്വീകരണം നൽകിയത്. ഒരു നാടിന് അക്ഷര വെളിച്ചമേകുന്ന കോട്ടൂർ പെരവച്ചേരിയിലെ ഗ്രാമോദയ വായനശാലയുടെ നേതൃത്വത്തിൽ കോട്ടൂർ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത മെമ്പർമാർക്കും ജില്ലാ പഞ്ചായത്ത് മെമ്പർക്കും സ്വീകരണം നൽകി. പെരവച്ചേരിയിൽ വെച്ച് നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം റിട്ടയർഡ് ജില്ലാ പഞ്ചായത്ത് ഡയറക്ടർ അഡ്വക്കേറ്റ് സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മാതൃപഞ്ചായത്തായ ഗ്രാമപഞ്ചായത്തിൽ എനിക്ക് കോട്ടൂർ പഞ്ചായത്തിലുള്ള അത്ര ആളുകളുടെ പരിചയമില്ല എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ ഈ പഞ്ചായത്തിന്റെ ഇങ്ങനെ ചടങ്ങ് പഞ്ചായത്ത് വെച്ച് നടക്കുന്ന പെരവച്ചേരി വെച്ച് നടക്കുന്ന വിവരം കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E സുജാത ടീച്ചർ, വൈസ് പ്രസിഡന്റ് ഷാജി തച്ചറയിൽ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ റീമ കുന്നുമ്മൽ, VV ബാലകൃഷ്ണൻ, E ഗോവിന്ദൻ നമ്പീശൻ, PK വിശ്വൻ, VK ഇസ്മയിൽ, E ഗോപിനാഥൻ, AP സുരേഷ്, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരും യോഗത്തിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചീഫ് മിനിസ്റ്റേഴ്സ് മെഗാ ക്വിസ് ജില്ലാതല മത്സരങ്ങൾ പൂർത്തിയായി. മാനാഞ്ചിറ വെള്ളിമാട് കുന്ന് റോഡ് 2ാം ഘട്ട വികസനം സർക്കാർ അട്ടിമറിച്ചെന്നാരോപിച്ച് ആക്ഷൻ കമ്മിറ്റിയുടെ പ്രതിഷേധം. പൂക്കോയത്തങ്ങൾ ഹോസ്പിസ് സംസ്ഥാന വളണ്ടിയർ സംഗമം ജനുവരി 31 കോഴിക്കോട്ട്. AAWK ലൈഫ് ലൈൻ പദ്ധതിയിൽ നിന്നും മരണാനന്തര സഹായ നിധി വിതരണം ചെയ്തു. കേരള ഡിസബിലിറ്റി ഫെസ്റ്റിവലിന് കോഴിക്കോട്ട് പ്രൗഢമായ തുടക്കം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.